ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആക്രമണമാണ്. അവരത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇവന്മാരെ എങ്ങനെയായാലും പൂട്ടിയേ പറ്റൂ എന്നാണ്. അതിനോടൊപ്പം തന്നെ വീണ വിജയൻ്റെ കേസിലും വീണ വിജയന് അഴി തുറന്ന് അതിനകത്താക്കിയിട്ട് ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. ശപഥം ചെയ്താണ് ED ഉദ്യോഗസ്ഥർ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന വിവരം. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള കെണി CPM ഒരുക്കുന്നുണ്ട്. അത് രണ്ടും CPMൻ്റെ കട പൂട്ടാൻ പാകത്തിലുള്ളതല്ലേ? കട അല്ലെങ്കിൽ തന്നെ ഒരു മറ്റേ ഷട്ടർ ഇട്ട് തുടങ്ങി. ഇനി അവശേഷിക്കുന്ന കൂടെ വളരെ പെട്ടെന്ന് പൂട്ടാനുള്ള ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പരിതാപകരമായ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇപ്പോൾ 26 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയും കുറേ പേർ അറസ്റ്റിലാകാനുണ്ട്. അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ഇടങ്ങും. കാരണം എന്ന് വെച്ചാൽ ഇത് ഗുരുതരമായ കുറ്റങ്ങളാണ്. ഇപ്പോൾ ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. മാത്രമല്ല കോടതി പറഞ്ഞ സംഗതി കേട്ടായിരുന്നു, രാജ്യത്തിനെതിരെയുള്ള കുറ്റമായിട്ട് വേണം കണക്കാക്കാൻ. കോടതി ഒരു പാസിംഗ് കമൻറ്റ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പഴയതുപോലെ അല്ലേ, ഇപ്പോൾ കോടതിയും ഒക്കെ ഈ സംഗതികൾ നേരിട്ട് കാണുന്നുണ്ട്. ഈ എന്താണ് സംഗതി നടക്കുന്നത്, അവിടെ ആരൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു സംഗതി അറിയേണ്ടത്, ഈ പിണറായി വിജയൻ്റെ ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CPMൻ്റെ ഉന്നത നേതാക്കളുണ്ട്. അവരിനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഈ കേസിനകത്തേക്ക് വരുമോ ഇല്ലയോ എന്നും കൂടെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്ന സംഗതി. അപ്പോൾ അവിടെയാണിത് ആസൂത്രിതമാണ് എന്നുള്ളൊരു നറേറ്റീവും കൂടെ അവിടെ വരുന്നുണ്ട്. സംഗതി ഇല്ലയെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഇത് കണ്ണൂരുണ്ടായില്ല, കോഴിക്കോടുണ്ടായില്ല. അപ്പോൾ അവിടെയൊക്കെ നേതൃത്വം അത്യാവശ്യം അവരവിടെ നിയന്ത്രിച്ചിരുന്നു. പക്ഷേ ഇവിടെയായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാരും പഴയ മന്ത്രിമാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറയുന്ന സംഗതി, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രങ്ങളിൽ കാണുകയും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ പിന്നെ പലരും ഈ രോഗശയ്യയിൽ കിടക്കുന്ന പ്രായമായ ഒരു വീട്ടിലുണ്ട്. അതുപോലെ തന്നെ അത്ര തന്നെ വലിയ ആരോഗ്യമില്ലാത്ത രക്ഷിതാക്കൾ. ആ വീട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥയെ കാണുമ്പോൾ ആ വീടുകളുടെ ഉള്ളിലെ അവസ്ഥ നമുക്കറിയാം. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊന്നും ഇനി എന്തായാലും ഒരു 1-2 വർഷമെങ്കിലും കുറഞ്ഞത് 2 അതിൽ കൂടുതൽ കിടക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലേ ഉള്ളൂ ഇവർ പുറം ലോകം ഇനി കാണുക. ഉടനെ ഒന്നും കാണില്ല എന്നുള്ള ഉറപ്പാണ്. ഇപ്പം ബംഗാളിൽ ഇതേ സംഗതികളുണ്ടായതാണ്, പശ്ചിമ ബംഗാളിൽ. ഏതാണ്ട് അവിടെയും അവസ്ഥ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരും ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല സംഗതി. ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്, ഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇതൊരു കോടതിയുടെ മുമ്പിൽ പോലും ഇനി പറഞ്ഞതുപോലെ അവർ ഉന്നയിച്ചിരുന്ന ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നൊരു വാദം ഉണ്ടായിരുന്നു. അതായത് ജോലി തടസ്സപ്പെടുത്തില്ല എന്ന്. അതായത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അടിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് വിചിത്രമായ വാദമാണ്. കോടതി തന്നെ തിരുത്തി കൊടുത്തു സാധനം. ജോലി കഴിഞ്ഞ് അവർ വീട്ടിൽ തിരിച്ച് എവിടെയാണോ ചെല്ലുന്നത് അവിടെ ചെല്ലുന്നവൻ വരെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ സമയം തന്നെയാണ്, ഭാഗമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പിന്നെ വകുപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട് സംഗതി. അപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടാകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രമേശ് ചെന്നിത്തല വളരെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നടത്തിയതും കൂടെ നമുക്ക് കാണാൻ പറ്റും. രമേശ് ചെന്നിത്തല നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, ഒരു നല്ല കളി കളിച്ചു എന്നുള്ളതും കാണാം. അങ്ങനെ രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി, ഞാൻ നേരിട്ടാണ് അത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞത് ഒരു വെടിവെപ്പോ അതുപോലുള്ള വലിയ സംഭവമൊക്കെ ഉണ്ടാകാവുന്ന ഒരു കലാപം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിൻ്റെ അടുത്ത് സംയമനം പാലിക്കാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താ? ഇനിയിപ്പോൾ ഒരു കാര്യം, ഇനി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ ആരെങ്കിലും വന്ന് ഈ അടി വാങ്ങിക്കാനോ എന്തെങ്കിലും തല്ലിപ്പൊളിക്കാനോ കേരളത്തിൽ ഇനി തയ്യാറാവുമെന്ന് സംശയമാണ്, അല്ലേ? ഇപ്പം നമ്മൾ കാണുന്ന സംഗതി എന്താണ്? പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം, അല്ലേ? പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം തുടക്കത്തിൽ MA ബേബിക്ക് വലിയ വായിൽ പറഞ്ഞു, എന്താണ് ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അവസാനം ധൈര്യമായിട്ട് ജില്ലാ കമ്മിറ്റികളൊക്കെ പറഞ്ഞു തുടങ്ങി, ഈ ഒരാൾ കാരണമാണ് പാർട്ടി നശിച്ചത്, പാർട്ടിയുടെ അസ്ഥിവാരം തോണ്ടിക്കഴിഞ്ഞു, ഈ ഒരാളുടെ ധാർഷ്ട്യമാണ്, ഈ ഒരാളുടെ സമീപനമാണ്, നാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംഗതികളെല്ലാം വന്നു. പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ മനസ്സിലായി സ്വാതന്ത്ര്യം കൊടുത്ത് അബോർഡായി പോയത്. പെട്ടെന്ന് ലീഡർഷിപ്പ് തിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ലീഡർഷിപ്പ് അവരുടെ നറേറ്റീവ് മാറ്റിയിട്ട് പറഞ്ഞു, ഇല്ല, ഇത് ഒരാളുടെ കുഴപ്പം കൊണ്ടല്ല ഈ പരാജയം ഉണ്ടായത്, മൊത്തത്തിൽ പാർട്ടിക്കുണ്ടായ ഒരു കൂട്ടുത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആരെയും ഒറ്റതിരിഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സമീപനമല്ല എന്നൊക്കെ പറഞ്ഞുള്ള താത്വികമായ വശമൊക്കെ കൊണ്ടുവരുന്നു.
അങ്ങനെ അതിനിടയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായിട്ട് ഇപ്പോൾ ഇവർ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു സംഗതിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല പിണറായി വിജയൻ ഈ മറ്റേ അസംബ്ലി കൂടി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടു. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഏറ്റവും സുപ്രധാനമായ വാക്കാണ്, ED എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ഈ CPM-ൻ്റെ അണികൾ കേൾക്കേണ്ട ഒരു വാചകമാണ്. ഞാനവിടെ ഉണ്ടായിരുന്നു, ED എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെ അന്വേഷിച്ചല്ല, പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതിനു മുമ്പ് സെക്രട്ടറിയെയോ അതല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവുമായ നേതാവിനെ അന്വേഷിച്ചല്ല ED വന്നത്. മറിച്ച് വീണാ വിജയൻ എന്തിനു വേണ്ടി വന്നു? കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കിടക്കുന്ന ആരോപിതയായ വ്യക്തിയായതുകൊണ്ട് വീണാ വിജയൻ്റെ വീട്ടിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കോടതി അനുവാദം കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷിക്കാൻ വന്നതാണ്. എവിടെയാണ് അപ്പോൾ ഈ പാർട്ടി പ്രവർത്തകർ ആലോചിക്കണ്ടേ? ഇപ്പം തന്നെ വേറെ ചില ജില്ലാ കമ്മിറ്റികളെന്ന് പറഞ്ഞു, ഇനി മകൾക്കെതിരെ ഇതുപോലെ വരികയാണെങ്കിൽ ഞങ്ങളിൽ വരത്തില്ല, പിണറായി വിജയൻ ഉണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ ഇറങ്ങാം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ റെയ്ഡിന് ശേഷം പിണറായി വിജയൻ ആ വീട്ടിൻ്റെ വാതിക്കൽ നിന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഇതാണ് പാർട്ടിയുടെ കരുത്ത്, അല്ലേ? ഇങ്ങനെ നമുക്ക് ഒന്നിച്ചു മുന്നേറാം. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ മകള് അഴിമതി കേസിൽപ്പെട്ട്, അഴിമതി കേസാണല്ലോ, കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇത് അന്വേഷിക്കാൻ വന്നത്. അത്ര ഒരു കേസിൽ ബന്ധപ്പെട്ടപ്പോൾ ആ മകളുടെ അച്ഛൻ എന്ന നിലയിൽ കേരളത്തിലെ പാർട്ടി തനിക്ക് കവചം തീർത്തു. അതിന് നന്ദി അദ്ദേഹം പറഞ്ഞു, അല്ലേ? പക്ഷേ ഇപ്പം ഇത് തിരിഞ്ഞ് പാർട്ടി അണികൾ ഇതിനകത്ത് എന്താണ് സംഗതി എന്ന് ആലോചിക്കുന്നൊരവസ്ഥയെത്തി. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം എല്ലാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ശക്തി പ്രാപിക്കുന്നു. അതേപോലെ തന്നെ തോറ്റ നേതാവിന്, അതായത് ഈ പാർട്ടിയെ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് ഒരു 35 അംഗങ്ങളുള്ള പ്രതിപക്ഷമായി മാറിയ ആ ഒരു മുന്നണിയെ നയിച്ച നേതാവ് ഇപ്പോൾ കണ്ണൂരിൽ ഇരുന്നാൽ ഇവിടെ നല്ല വീരേതിഹാസമായ സ്വീകരണങ്ങളാണ് കൊടുക്കുന്നത്. ഇത് ഈ ഔദ്യോഗിക നേതൃത്വം പാർട്ടിയെ കംപ്ലീറ്റ് കയ്യിൽ ഒതുക്കാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ 26 വർഷമായിട്ട് ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി പിണറായി വിജയൻ്റെ കൈപ്പിടിയിലോ കാൽക്കീഴിലോ ആണ്, അല്ലേ? ആ 26 വർഷമായിട്ട് ഇതിൻ്റെ സംഘടനാ തലത്തിൽ അതിൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ രൂപപ്പെടുത്തിയ ആ ഒരു പാർട്ടിയുടെ ശീലമാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ വീട്ടിൽ മകളുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ED എത്തിയപ്പോൾ ഈ പാർട്ടി അണികളുടെ രംഗത്തിറങ്ങിയത്, അല്ലേ? അപ്പം ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ഔദ്യോഗിക നേതൃത്വം, അതേ സമയത്ത് നിശബ്ദമായ ഒരു ഭൂരിപക്ഷമുണ്ട് CPM-ന്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ CPM-ആണ്. ആ CPM-ലെ ഈ നിശബ്ദമായ അണികളിൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് ജീവിക്കുന്നവർ, സത്യസന്ധമായി ജീവിക്കുന്നവർ, ചില നിഷ്ഠകളോടുകൂടി ജീവിക്കുന്നവർ. ഇതൊക്കെയാണ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും ബഹുമാനമായിരുന്നു, ഇല്ലേ? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരം ചില ജീവിത മൂല്യങ്ങൾ പാലിക്കുന്നുകൊണ്ടാണ്. അത്തരം ഒരു ബഹുഭൂരിപക്ഷം വരുന്ന നിശബ്ദരായ അണികൾ അവർ ഇപ്രാവശ്യം ഒരു തിരുത്തൽ നടപടി എന്ന നിലയിലാണ് UDF-ന് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം UDF-ഉം LDF-ഉം തമ്മിൽ 20 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം വന്നത്. പക്ഷേ ആ ഭൂരിപക്ഷം തിരുത്തൽ, ആ ഒരു നിശബ്ദ ഭൂരിപക്ഷത്തിൽ ഇപ്പം മനസ്സിലായിരിക്കുന്നു ഇനി തിരുത്തൽ സാധ്യമല്ല, അല്ലേ? അപ്പോൾ ഇനി എങ്ങോട്ടാണ് ഈ പാർട്ടിക്കാർ പോകുന്നതെന്നുള്ളത് പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എത്തിയ KK രാഗേഷ് പറയുകയുണ്ടായി, ഇത് BJP-യുടെ തന്ത്രമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-യിലേക്ക് പോകാനുള്ള അണികൾ ഉള്ള പാർട്ടി UDF അല്ല, LDF ആണ്, വിശേഷിച്ചും CPM ആണ്, എന്ന് വെച്ചാൽ ഈഴവ സമുദായം എന്നുള്ള അർത്ഥം. ഇത് കേട്ടിട്ടാണ് അന്ന് തന്നെ നിയമസഭാ കക്ഷി നേതാവായിട്ട് BJP-യുടെ നിയമസഭാ കക്ഷി നേതാവായിട്ട് SNDP യൂണിയൻ നേതാവായ BB ഗോപകുമാറിനെ പാർട്ടി തിരഞ്ഞെടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് CPM-ൻ്റെ ഒരു തകർച്ച. അത് ഈ കഴിഞ്ഞ 26 വർഷമായിട്ട് പിണറായി വിജയൻ രൂപപ്പെടുത്തിയ ഒരു പാർട്ടിയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഒരു പാർട്ടിയായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു. കാര്യം പുതിയൊരു സ്വഭാവത്തിലേക്ക് ഇനി പോകാൻ പ്രയാസമാണ്. 25 വയസ്സായ ഒരു യുവാവ്, 26 വയസ്സായ യുവാവിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ പാർട്ടിയുടെ ഈ ഔദ്യോഗിക നേതൃത്വം ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഈ 82-ാം വയസ്സിൽ പ്രതിപക്ഷ നേതാവായതും
അതേപോലെ തന്നെ നേതൃത്വമെല്ലാം പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഔദ്യോഗിക നേതൃത്വത്തെ തിരസ്കരിച്ച കേരളത്തെയാണ് കാണുന്നത്, തിരസ്കരിച്ച ബഹുഭൂരിപക്ഷത്തെയാണ് കാണുന്നത്. ആ തിരസ്കാരം ഉണ്ടെങ്കിൽ അവരത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഏത് കാരണങ്ങൾ കൊണ്ടാണോ പാർട്ടി ഈ ഒരു അതിൻ്റെ അടിത്തറ ഇളകിയത്, ഉദാഹരണത്തിന് പയ്യന്നൂർ, തളിപ്പറമ്പ്, ആലപ്പുഴ, ഇതൊക്കെ പാർട്ടിയുടെ അടിത്തറയാണ്. ഇപ്പോൾ കണ്ണൂരും ആലപ്പുഴയും ഇല്ലേ, അമ്പലപ്പുഴ അല്ല ആലപ്പുഴ ജില്ല, ആലപ്പുഴ ജില്ല. ഇപ്പോൾ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ പാർട്ടിയുടെ അടിത്തറയാണ്. അതേപോലെ തന്നെ വി കുഞ്ഞകൃഷ്ണനും ടി കെ ഗോവിന്ദനും ഒക്കെ തളിപ്പറമ്പ്, പയ്യന്നൂർ ഒക്കെ അടിത്തറയാണ് അവരൊക്കെ. അതേപോലെ തന്നെ ധർമ്മടം മണ്ഡലത്തിൽ 6 റൗണ്ട് പിണറായി വിജയൻ പിന്നിലേക്ക് പോയി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ അടിത്തറ കല്ലുകൾ ഇങ്ങനെ തകിടം മറിഞ്ഞ് ഇളകി തകിടം മറിയുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികം. അടിത്തറ ഇളകി കഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ ഉയരമുള്ള കെട്ടിടമാണെങ്കിലും തൂണുകളിൽ നിലനിൽക്കാൻ പ്രയാസമാണ്. അപ്പോൾ ആ ഒരു തകർച്ചയാണ് ഇപ്പം കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സാമൂഹികമായിട്ട് നല്ലതാണെന്ന് വെച്ചാൽ അത്ര നല്ലതല്ല. ഇത്രയും വലിയ ഒരു ഘടന രൂപമുള്ളൊരു സംഘടന ഇല്ലാതായി പോകുന്നത് സാമൂഹികപരമായിട്ട് നല്ലതല്ല. അതിൻ്റെ ദോഷമുണ്ടാവും. പക്ഷേ അതിനെ വീണ്ടും തിരുത്താൻ അണികൾക്ക് തിരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും വ്യക്തമാകുന്നത്. ഇപ്പോൾ കുഞ്ഞകൃഷ്ണൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ അതല്ലേ, അണികൾ നേതൃത്വത്തെ തിരുത്തട്ടെ. തിരുത്താൻ ശ്രമിച്ചു, അതാണ് ഈ 102 സീറ്റ് UDF കിട്ടിയത്. പക്ഷേ തിരുത്താൻ പറ്റില്ല എന്നുള്ളത് നേതൃത്വം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു.